ലത ശ്രീജിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറുമാണ്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 4-5 സവാള, വലുതാണെങ്കിൽ ഒരു 4 എണ്ണം മതി, പിന്നെ ഒരു 4 ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചതച്ചത്, ഒരു പകുതി തക്കാളി, പിന്നെ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം, പിന്നെ ജാതിപത്രി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതും ഈ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ലാസ്റ്റിലിട്ടാൽ മതി, നമ്മളെ കൈ എരിയും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി, വളരെ കുറച്ച് ഒരു ചില്ലി പൗഡറും കൂടി, മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു നാളികേരം ചിരകിയിട്ട് അതിൽ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനും ഉരുളക്കിഴങ്ങും സവാളയെല്ലാം കൂടി കുഴച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു പ്രഷർ പാനിലിട്ടിട്ട് വേവിക്കാം. അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഒരു വിസിൽ വരുന്നവരെ അത് വേവിക്കാം. അപ്പോൾ അതാകുമ്പോഴേക്കും ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം നെയ്യും അല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സവാള, ചെറുതായി നീളത്തിൽ അരിഞ്ഞ സവാള ഒന്ന് നല്ലപോലെ കരിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇട്ടതിന് ശേഷം സവാള 1-2 സവാള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട്, അതും സവാള അധികം ആവണ്ട, ഒന്ന് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിലുള്ള അരി ചെറിയ അരിയാണ്, ജീരകശാല അരി എന്ന് പറയുന്നത്, ബസ്മതി റൈസ് അല്ല. അപ്പം ആ അരി അതിലിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് 2-3 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അതായത് ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ചിക്കൻ ഇവിടെ വിസിൽ വന്നിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, ചിക്കൻ തന്നെ വെള്ളം ഊറി വരുന്നതാണ്. ഇനി നമുക്ക് അത് അതായത് നെയ്ച്ചോറ് അത് വെള്ളം പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് മേലെ ആ ഉള്ളി, സവാള വറുത്തെടുത്തതും വയ്ക്കാം. ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഒരു പട്ട കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 2-ാം പാലും ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം 2-ാം പാല് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ ഈ കാഷ്യൂനട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല, അതും ഇതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കണം. ഇപ്പം 2-ാം പാല് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അത് തിളച്ചതിന് ശേഷം അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കറിക്കൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും. ഞാൻ മറ്റേ വെജിറ്റബിൾ ഉരുളക്കിഴങ്ങ് ഉള്ളി മാത്രമുള്ള സ്റ്റൂ ഉണ്ടാക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അല്പം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി അവസാനം നമ്മളുടെ 1-ാം പാൽ എടുത്തു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴിവിടെ 1-ാം പാലും കൂടി ചേർത്തതോടുകൂടി നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് വറുത്തിടാം. അതായത് അല്പം നെയ്യാണ് ഞാൻ പാനിൽ ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ട് അതൊന്ന് നമുക്ക് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാം. ഒന്ന് നല്ല ചുവപ്പാവുന്നത് വരെ വറുത്തെടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം ആയി കിട്ടും. അപ്പം നമ്മൾ ആ നെയ്യിൽ ചെറിയുള്ളി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാ ചെറിയുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇത് ഇടുന്നതിൻ്റെ മുമ്പേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴിവിടെ ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോൺ വെജ് വെച്ചത് എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നോൺ വെജ് ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.